കഴിഞ്ഞ ജൂൺ 8-ന് ചിന്നക്കനാൽ സിംഗുകണ്ടത്തുണ്ടായ കാട്ടാന ആക്രമണത്തിൽ അമ്മയെ നഷ്ടപ്പെടുകയും ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്ത 7ാം ക്ലാസ്സുകാരൻ രക്ഷൻ ഭയത്തിന്റെയും സങ്കടത്തിന്റെയും കനൽ വഴികൾ താണ്ടി വീണ്ടും സ്കൂളിന്റെ പടി കയറി. കൺമുന്നിൽ അമ്മ പിടഞ്ഞു വീണ ദുരന്തത്തിന്റെ ഞെട്ടലിൽ നിന്നും മുക്തനായി വരുന്ന രക്ഷനെ കണ്ണീരോടെയും പ്രാർത്ഥനയോടെയുമാണ് ചിന്നക്കനാൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ നെഞ്ചോട് ചേർത്തത്. ഒരു മാസം മുൻപ് ഇതേ സ്കൂൾ മുറ്റത്തു നിന്ന് അവൻ പടിയിറങ്ങിയത് കളിചിരികളോടെയായിരുന്നു. എന്നാൽ വിധി കാത്തുവെച്ചത് മറ്റൊന്നു. കഴിഞ്ഞ ജൂൺ 8-ന് സിംഗുകണ്ടം തിരുവള്ളൂർ കോളനിയിലെ വീട്ടിൽ നിന്നും രക്ഷനും 10ാം ക്ലാസ്സുകാരിയായ സഹോദരി രക്ഷിണയും അമ്മ മാരിയുടെ കൈപിടിച്ച് സ്കൂളിലേക്ക് നടന്നതാണ്. 2 കിലോമീറ്റർ അകലെയുള്ള സൂര്യനെല്ലി ബോഡിമേട്ട് റോഡിലേക്ക് എത്തുന്നതിന് തൊട്ടു മുൻപ് കാട്ടാന ഇവരുടെ ജീവിതം മാറ്റിമറിച്ചു. മക്കളെ രക്ഷിക്കാനുള്ള പ്രാണവേദനയ്ക്കിടയിൽ അമ്മ മാരി ആനക്കലിയിൽ പൊലിഞ്ഞു. അമ്മയോടൊപ്പം ഉണ്ടായിരുന്ന രക്ഷനും ആക്രമണത്തിൽ പരിക്കേറ്റു. 17 ദിവസമാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഈ 7ാം ക്ലാസ്സുകാരൻ ചികിത്സയിൽ കഴിഞ്ഞത്. മുറിവുകൾ ഉണങ്ങി 2 ആഴ്ച മുൻപ് ലോക്കാടിലെ ബന്ധുവീട്ടിലെത്തിയ രക്ഷൻ ഒടുവിൽ ഇന്നലെ ആ സങ്കടക്കടൽ കടന്ന് വീണ്ടും യൂണിഫോം ധരിച്ചു. പുസ്തക സഞ്ചിയുമായി വിദ്യാലയത്തിലേക്ക് നടന്നു. മാസം കൂടി വന്നു കൂട്ടുകാരൊക്കെ എന്താ ചോദിച്ചേ? ഒരു മാസത്തെ ഇടവേളയ്ക്ക് ശേഷം സ്കൂളിലെത്തിയ രക്ഷനെ കാത്ത് അധ്യാപകരും കൂട്ടുകാരും ഗേറ്റിൽ തന്നെ ഉണ്ടായിരുന്നു. ആരും ഒന്നും മിണ്ടിയില്ല. പകരം ആ കുഞ്ഞിനെ അവർ ഹൃദയത്തോട് ചേർത്തു പിടിച്ചു. നേരിട്ട വലിയൊരു ദുരന്തത്തിന്റെ ആഘാതം ആ മുഖത്തിന്നും നിഴലിക്കുന്നു. ആന പാഞ്ഞെടുക്കുമ്പോൾ അമ്മയുടെയും സഹോദരന്റെയും തൊട്ടുപിന്നിലുണ്ടായിരുന്ന സഹോദരി രക്ഷിണയും ആ ഞെട്ടലിൽ നിന്ന് ഇനിയും പൂർണ്ണമായി മോചിതയായിട്ടില്ല. കൂട്ടുകാരൊക്കെ ഇവരുടെ കൂട്ടുകാരൊക്കെ ഇവനെ കാണാൻ വേണ്ടി ഭയങ്കര ആഗ്രഹങ്ങളായിരുന്നു. ഇന്ന് രാവിലെ വന്നപ്പോൾ തന്നെ പിള്ളേരെല്ലാം രാവിലെ വന്ന് പറഞ്ഞു രക്ഷൻ വന്നിട്ടുണ്ട്, ഇന്നെല്ലാം കളിക്കാനൊക്കെ വിടണമെന്ന് പറഞ്ഞ് കുട്ടികളൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു. കുട്ടികളെല്ലാം രാവിലെ വന്ന് ഇവൻ്റെ അടുത്ത് കൂടെ വന്നിട്ട് ഇവനെ വെളിയിൽ വിളിച്ചുകൊണ്ട് പോകാനും ചോറ് എടുക്കാൻ പോകാനും പിള്ളേരെല്ലാം ഇവൻ്റെ കൂട്ടത്തിലായിരുന്നു. പിള്ളേരെല്ലാം നല്ല സന്തോഷമാണ്. 2 മാസം കഴിഞ്ഞ് വരുമ്പോൾ നല്ല സന്തോഷമാണ്. രക്ഷനും നല്ല സന്തോഷമാണ്. കാട്ടാന ഭീതി ഒഴിഞ്ഞിട്ടില്ലാത്ത ചിന്നക്കനാലിലെ തോട്ടം തൊഴിലാളികളുടെ മക്കൾക്ക് ഈ ദുരന്തം സ്വന്തം വീട്ടിലെ നോവാണ്. അതുകൊണ്ട് തന്നെ രക്ഷന്റെ മടങ്ങിവരവ് ഈ വിദ്യാലയത്തിന് വെറുമൊരു അധ്യയന ദിവസമല്ല, പ്രതീക്ഷയുടെ വലിയൊരു അതിജീവനം കൂടിയാണ്. കൈരളി ന്യൂസ്, ഇടുക്കി.